നമസ്കാരം. പരസ്പരം വെല്ലുവിളിച്ചും ആക്രമിച്ചും ഇസ്രായേലും ഇറാനും നടത്തുന്ന പോരാട്ടം പശ്ചിമേഷ്യയെ യുദ്ധമുഖത്ത് എത്തിച്ചിരിക്കുന്നു. അമേരിക്കൻ ഇടപെടലോടെ കൂടുതൽ ശക്തമായ പോരാട്ടം ഇരു രാജ്യങ്ങളിലും കനത്ത നാശം വിതയ്ക്കുകയാണ്. ഇറാനിലെ വ്യോമത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ടെൽ-അവീവിലും ഹൈഫയിലും കൂടുതൽ മിസൈൽ വർഷിച്ചുകൊണ്ടാണ് ഇറാൻ മറുപടി നൽകിയത്. അതിനിടെ ഫോർദോ ആണവ നിലയം വീണ്ടും ആക്രമിക്കപ്പെട്ടു. എന്നാൽ സമ്പുഷ്ടീകരിച്ച യുറാനിയം ഇറാൻ സുരക്ഷിതയിടത്തേക്ക് മാറ്റി എന്ന വിവരം അമേരിക്കയുടെ ലക്ഷ്യം പാളി എന്ന് വ്യക്തമാക്കുന്നതാണ്. സംഘർഷം തുടരുന്നതിലെ ആശങ്ക അറിയിക്കുമ്പോഴും ലോകരാഷ്ട്രങ്ങൾ നിസ്സഹായരായി മാറി നിൽക്കുകയാണ്. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ അടിയന്തര യോഗത്തിലും ഇറാനിൽ നടത്തിയ ആക്രമണത്തെ ന്യായീകരിച്ച അമേരിക്ക നിലപാടിൽ അയവ് വരുത്തില്ല എന്ന സൂചന നൽകുന്നു. ഇതോടെ പ്രതിവിധിയില്ലാത്ത പോരായി പശ്ചിമേഷ്യൻ സംഘർഷം മാറുകയാണ്. എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. എൻകൗണ്ടറിൽ ഇന്ന് നമ്മുടെ അതിഥികൾ റിട്ടയർഡ് കേണൽ ശ്രീ എസ് ഡിന്നി, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ PJ വിൻസെന്റ്, പ്രതിരോധ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ്. ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് PP ജെയിംസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിന്. PP ജെയിംസ്, നമുക്ക് രണ്ട് കാര്യങ്ങളാണ് തുടക്കത്തിൽ പരിശോധിക്കാനുള്ളത്. ഒന്ന്, പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ കനക്കുകയാണോ? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? രണ്ട്, ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ഇന്ന് ചേർന്നു. അതിൽ അമേരിക്ക ഈ നടത്തിയ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് സമാധാനത്തിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കാനോ അതിലേക്ക് എത്തിക്കാനോ ഒരു ശ്രമവും ഇനി മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നോ ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ഉണ്ടാകില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? ആദ്യത്തെ കാര്യത്തിൽ PP ജെയിംസ്, നമുക്ക് അറിയേണ്ടത്, ഇപ്പോൾ സിറിയയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇറാനിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി എന്ന വിവരം വരുന്നു. ഇറാനും ഇസ്രയേലും പരസ്പരം ആക്രമണം ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ താങ്കൾക്ക് പങ്കുവയ്ക്കാനുള്ളത്? ഗോപികൃഷ്ണൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലും ഇറാനുമായിട്ടുള്ള പരസ്പരം മിസൈൽ വർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നിരിക്കുന്നത് പ്രധാനമായി ടെഹ്റാനിലാണ്. ടെഹ്റാൻ്റെ ഹൃദയഭാഗം മുഴുവൻ ആക്രമണത്തിലാണ്. പ്രത്യേകിച്ച് ടെഹ്റാനിലെ IRGCയുടെ അവിടുത്തെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ആസ്ഥാന മന്ദിരത്തിന് നേരെ ആക്രമണമുണ്ടായി. അവിടുത്തെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള എവിൻ പ്രസൻ, അവിടെ ആൾക്കാരെ തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്യുന്ന, ഒരുപാട് പേരെ ഈ പ്രക്ഷോഭകാലത്ത് തൂക്കിക്കൊന്ന പ്രസനാണ് എവിൻ ജയിൽ. ആ ജയിൽ ആക്രമിച്ചിരിക്കുന്നു ഇസ്രായേൽ. ഒപ്പം തന്നെ ഫോർദോ എന്ന ആണവ കേന്ദ്രം വീണ്ടും ആക്രമിച്ചിരിക്കുന്നു. നേരത്തെ ഫോർദോ കേന്ദ്രം നേരത്തെ ആക്രമിച്ചതാണ്. അവിടെയാണ് അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ വന്ന് 3 ആണവ നിലയങ്ങൾ ആക്രമിച്ചതിൽ 1 ആണവ കേന്ദ്രം ആക്രമിച്ചത് ഫോർദോയിലാണ്. അവിടെ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു. അതിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഗോപി ചോദിച്ചത്. ഫോർദോയിലടക്കം ഈ സമ്പുഷ്ട യുറേനിയം തകർക്കാൻ, അതിൻ്റെ ഇത് ശേഖരിച്ച് വെച്ചിരിക്കുന്നത് തകർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന് മുൻപ് തന്നെ അവരവിടെ നിന്ന് ഇറാൻ അത് മാറ്റിയിരുന്നു. 16 ട്രക്കുകൾ കണ്ടെത്തി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. റഷ്യ ഇറാനെ പിന്തുണയ്ക്കും എന്ന രീതിയിൽ റിപ്പോർട്ട് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിറിയയിൽ അമേരിക്കയുടെ സേനാ താവളത്തിന് നേരെ ആക്രമണം ഇറാൻ നേരിട്ടല്ല നടത്തിയിരിക്കുന്നത്. ഇറാനെ അനുകൂലിക്കുന്ന സായുധ സംഘടനകൾ സിറിയയിൽ തന്നെ കയറി നടത്തിയതാണ്. അവിടുത്തെ ഒരു ഗ്രീക്ക് പള്ളിക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് ഡമാസ്കസിൽ. അതിൽ 22 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ രീതിയിൽ ഇറാൻ്റെ സായുധ സംഘടനകൾ ആക്രമണം അയച്ചുവിടുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കരുതെന്ന് അമേരിക്ക നേരിട്ട് ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ചൈനയും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ്. ചൈനയിലേക്കാണ് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നത്. പിന്നെ ഇന്ത്യയിലേക്കും 20% ലോകത്തിലെ എണ്ണ കയറ്റുമതി പോകുന്ന റൂട്ടാണ് ഹോർമൂസ് കടലിടുക്കെന്നറിയാം. അതുകൊണ്ട് അടയ്ക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ചൈന പറഞ്ഞാൽ ഇറാൻ കേൾക്കുന്നുള്ള ഇതിലാണ്. ഒപ്പം തന്നെ ഗോപി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, മറ്റേ സെക്യൂരിറ്റി കൗൺസിൽ UN രക്ഷാസമിതി യോഗത്തിൽ അമേരിക്ക വീണ്ടും അതിശക്തമായിട്ടുള്ള വീറ്റോ പ്രയോഗം നടത്തി എന്നുള്ളത് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ ഈ അറ്റാക്കിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അമേരിക്ക പോലൊരു രാജ്യം മാത്രമല്ല ജെയിംസ്, എനിക്ക് തോന്നുന്നു അമേരിക്ക അവിടെ നിരത്തിയ ഒരു പ്രധാനപ്പെട്ട ന്യായം, ഇറാൻ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിനൊരു അറുതി വേണം, അതുകൊണ്ട് ഈ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന സൂചനയാണ് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ അമേരിക്ക നൽകിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കോ യുദ്ധത്തിലേക്കോ തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ ഒരു അമേരിക്കൻ പ്രസിഡന്റ് വിശേഷിപ്പിച്ചതുപോലെ ഒരു ടീം എന്ന നിലയിൽ ഇസ്രായേലിനൊപ്പം നിന്ന് അമേരിക്ക ആക്രമണങ്ങൾ നടത്താൻ പോകുന്നു എന്നതിന്റെ സൂചനയാണോ? തീർച്ചയായിട്ടും അങ്ങനെ കാണേണ്ടി വരും. ഐക്യരാഷ്ട്രസഭ എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഗോപി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. റഷ്യ കയറി ഉക്രൈൻ ആക്രമിച്ചു. റഷ്യ വീറ്റോ പവറുള്ള പെർമനന്റ് മെമ്പറാണ്. ഇപ്പോൾ അമേരിക്ക അത് തന്നെ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും UN ഐക്യരാഷ്ട്ര സമിതിയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുകയാണ്. സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് നേരിട്ട് ചോദിച്ചല്ലോ, ഈ ചെയ്തിരിക്കുന്നത് മഹാപാതകമാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നു. പക്ഷെ അമേരിക്കയിലാണ് UN ആസ്ഥാനം പ്രവർത്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കോഫി അന്നൻ ചോദ്യം ചെയ്തപ്പോൾ പിന്നെ അതിനുശേഷം അവർ മിടുക്കരായിട്ടുള്ള ഒരാളെ പോലും സെക്രട്ടറി ജനറൽ ആവാനോ UN ആസ്ഥാനത്തിൻ്റെ തലപ്പത്ത് വരാനോ അവർ സമ്മതിച്ചിട്ടില്ല. എന്തായാലും എല്ലാ തരത്തിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. റഷ്യയും ചൈനയും പ്രതികരിച്ചു തുടങ്ങിയെങ്കിലും അമേരിക്കയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ അവർ തയ്യാറാവുന്നില്ല. ഒരുപക്ഷെ ഇറാന് ആണവായുധം റഷ്യ കൊടുക്കുമോ എന്ന തരത്തിൽ വരെ ചർച്ചകൾ വരുന്നുണ്ട്. എന്തായാലും നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ അവരുണ്ടാവില്ല. പി ജെയിംസ്, ഈ പോരാട്ടത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം എന്നത് അമേരിക്ക ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനൊപ്പം യുദ്ധമുഖത്ത് അണിനിരുന്നതാണ്. അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഈ ഫോർദോ ആണവ നിലയത്തിൽ കാര്യമായ ക്ഷതമേൽപ്പിക്കാൻ അമേരിക്കയുടെ ബസ്റ്റർ ബോംബുകൾക്ക് കഴിഞ്ഞു എന്നതാണ്. അതായത് ഇറാനിയം സമ്പുഷ്ടീകരണം നടത്തിയിരുന്ന ഭൂഗർഭ അറകളിലേക്ക് ബസ്റ്റർ ബോംബുകൾ പതിച്ച് അത് ഇല്ലാതാക്കാൻ ഇറാന്റെ ആണവ സ്വപ്നങ്ങളിന്മേൽ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന അവകാശവാദമായിരുന്നു അമേരിക്ക നടത്തിയത്. പക്ഷേ ഈ അടുത്ത സമയത്ത് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നിട്ടുള്ള ചില വിവരങ്ങളും റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവനക്കാരെ മാത്രമല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം പോലും സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് ഇറാൻ മാറ്റിയെന്നതാണ്. ഇത് വിശ്വസനീയമായ വിവരങ്ങളാണോ? ഗോപി, അത് ഒരുപക്ഷെ വിശ്വസനീയമായ വിവരമായിട്ട് കണക്കാക്കേണ്ടി വരും. അതിന് കാരണം ഇന്ന് പത്രസമ്മേളനത്തിൽ JD വാൻസ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിനോട് ചോദിച്ചു, എന്ത് നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്, അമേരിക്ക ഇതുവരെ നാശനഷ്ടങ്ങൾ എന്തുണ്ടായി എന്ന് വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് JD വാൻസും അമേരിക്കയുടെ ഭരണകൂടവും ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് റിപ്പോർട്ടുകൾ വന്നത്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ദി എക്കണോമിസ്റ്റ് അടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, 16 ട്രക്കുകൾ ഈ ബോംബിങ്ങിന് മുമ്പ് അവിടെ വരികയും അതിൻ്റെ സാറ്റലൈറ്റ് ഇമേജസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സമ്പുഷ്ട യുറേനിയം കടത്തിക്കൊണ്ടുപോയി എന്ന് തന്നെയാണ് വരുന്നത്. എന്ന് മാത്രമല്ല, ഇറാൻ ഇത്രയും വലിയ സംഭവം നടന്നിട്ട് വളരെ കൂസില്ലാതെ നിൽക്കുകയാണ്. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പറയുന്നു അവിടെ ആണവ ചോർച്ച ഉണ്ടായിട്ടില്ല. കാരണം സമ്പുഷ്ട യുറേനിയം എടുത്തുകൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആണവ ചോർച്ചയുടെ പ്രശ്നമില്ലല്ലോ. ഒരു തരത്തിൽ നന്നായി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അത് തകർന്നിരുന്നെങ്കിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഐസോട്ടോപ്പ് പോയി മറ്റേ ആണവ വികിരണം സംഭവിക്കുമായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയെങ്കിൽ നല്ല. പക്ഷെ അമേരിക്ക ഉദ്ദേശിച്ച അത് പാളിപ്പോയോ എന്നുള്ളൊരു കാര്യം അതിശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അമേരിക്ക പേടിപ്പിക്കാൻ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് എന്ന് മാത്രമല്ല, ഇറാനിലെ ഗോപി വലിയ 10,000 പങ്കെടുക്കുന്ന പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇതുവരെ അവിടുത്തെ ഭരണാധികാരിക്കെതിരെയായിരുന്നു ഇറാനിലെ ജനങ്ങൾ. അമേരിക്ക അറ്റാക്ക് ചെയ്യും, ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഇങ്ങനെ 10 ദിവസമായിട്ട് 11 ദിവസമായിട്ട് തുടരുകയും ചെയ്യുന്നതോടെ ഈ ഭരണകൂടത്തിനെതിരായിരുന്ന ആൾക്കാർ കൂടി രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ ഒരുമിക്കുന്ന തരത്തിലേക്ക് അത് പോയിരിക്കുന്നു. അത് ഒട്ടും ഗുണകരമായിരിക്കില്ല ഇസ്രായേലിനും അമേരിക്കയ്ക്കും എന്നാണ് തോന്നുന്നത്. ശരി, വളരെയധികം നന്ദി പി ജെയിംസ്. ഈ വിവരങ്ങൾക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് യുദ്ധമുഖത്ത് നിന്ന് പി ജെയിംസ് നമ്മളുമായി പങ്കുവച്ചത്. അവിടെ നിന്നുള്ള അപ്ഡേറ്റുകൾ പി ജെയിംസ് നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നു. റിട്ടയർഡ് കേണൽ ശ്രീ എസ് ഡിന്നി, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ PJ വിൻസെന്റ്, പ്രതിരോധ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മുടെ അതിഥികളായി എത്തിയിട്ടുള്ളത്. കേണൽ ഡിന്നി, വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ഈ പോര് കടന്നിരിക്കുന്നു. ഒന്ന്, ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ അമേരിക്ക ഈ ആക്രമണത്തെ അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ തങ്ങൾ പങ്കാളികളായതിനെ ന്യായീകരിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പോരാട്ടം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സൂചന ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ നൽകിയിരിക്കുന്നു. അതിശക്തമായ ആക്രമണം ഇരു രാജ്യങ്ങളും പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇസ്രായേലും ഇറാനും.
ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ച് അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ സഹായിച്ചിട്ടില്ല എന്ന സൂചനകൾ പുറത്തു വരുന്നു. കൂടുതൽ ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൻ്റെ കൂടുതൽ മേഖലകളിലേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് പതിഞ്ഞിരിക്കുന്നു. ഇത് എങ്ങോട്ടേക്കാണ് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ പോരാട്ടം നീങ്ങുന്നത്? മറ്റ് രാഷ്ട്രങ്ങൾക്ക് നിലപാട് സ്വീകരിച്ചുകൊണ്ട് അണിനിരക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇത് മാറാനുള്ള സാധ്യതകളുണ്ടോ? ഐക്യരാഷ്ട്രസഭയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? റിട്ടയർഡ് കേണൽ എസ് ഡിനി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ ഡിനി, താങ്കൾ ക്ഷമിക്കണം, ആ സാങ്കേതിക പ്രശ്നം നമുക്ക് വളരെ പെട്ടെന്ന് പരിഹരിക്കാം. എനിക്കറിയാം താങ്കൾ എന്നെ കേൾക്കുന്നുണ്ട്, പക്ഷേ താങ്കൾ പറയുന്ന ഓഡിയോ പുറത്തേക്ക് വരുന്നില്ല. ഞങ്ങളുടെ ടെക്നിക്കൽ ടീം വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കും. ഞാൻ വളരെ വേഗം താങ്കളിലേക്ക് തിരിച്ചെത്താം. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ പി ജെ വിൻസെന്റ്, പ്രതിരോധ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ് നമ്മുടെ മറ്റതിഥികൾ. പി ജെ വിൻസെന്റ്, എന്താണ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? എന്താകും ഈ സംഘർഷത്തിന്റെ ഭാവി? പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഒരു മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷനിലേക്ക് നീങ്ങുകയാണ് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വാഷിങ്ടൺ പോസ്റ്റിലെ എഡിറ്റ് പേജ് എഴുത്തുകാരനായ മൈക്കിൾ ഹേഴ്സൺ നൽകിയിട്ടുള്ളൊരു വിവരം, ടെല്ലവീവിൻ്റെ 1/3 വാസയോഗ്യമല്ലാത്ത വിധം തകർക്കപ്പെട്ടു എന്നാണ്. മാത്രമല്ല ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനപ്പെട്ട നഗരങ്ങൾ ഹൈഫയും അതുപോലെ ജെറുസലേം അടക്കം ഇറാൻ്റെ നിരന്തരമായ ആക്രമണത്തിന് വിധേയമാവുന്നുണ്ട്, മിസൈൽ ആക്രമണത്തിന് വിധേയമാവുന്നുണ്ട്. ഇറാനിലും വലിയ തകർച്ച ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ലഭ്യമായ വിവരം താങ്കൾ സൂചിപ്പിച്ചത് വളരെ അപകടകരവും ഭീതിതവുമായിട്ടുള്ള ഒരു വിവരമാണ്. ഇപ്പം 408 കിലോഗ്രാം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ശേഖരം അവർക്കുണ്ട് എന്നാണ് IAEAയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഈ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം, യുറേനിയം ഐസോട്ടോപ്പ് U-235, അത് വളരെ പെട്ടെന്ന് വെപ്പൺ ഗ്രേഡിലേക്ക് മാറ്റാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് 0.7% ഈ യുറേനിയം 235 ഉണ്ടാവുക. അത് ഒരു 5% സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. 20% സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞാൽ അത് വൈദ്യശാസ്ത്ര കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. 60%ലേക്ക് എത്തിയാൽ അത് വളരെ പെട്ടെന്ന് വെപ്പൺ ഗ്രേഡിലേക്ക് മാറ്റാൻ സാധിക്കും. ഈ സമ്പുഷ്ടീകരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് 0.7-ൽ നിന്ന് 4%-ലേക്കും 20%-ലേക്കും എത്തുന്നതിന് അതിന് വേണ്ടുന്ന സമയത്തിൻ്റെ ചെറിയ സമയം കൊണ്ട് തന്നെ അത് 60-ലേക്കും 90-ലേക്കും എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ 408 കിലോഗ്രാം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ശേഖരം ഇറാന് വളരെ സുരക്ഷിതമായി മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വെപ്പൺ ഗ്രേഡിലേക്ക് മാറ്റാൻ വേണ്ടുന്ന സമയം 8-9 ദിവസം മാത്രമാണ്. അതിനർത്ഥം ഇറാന് ആണവ ബോംബ് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ്. അങ്ങനെ അവർ ആണവ ബോംബ് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാൻ പൂർണ്ണമായും ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരത് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേൽ ആവട്ടെ ആണവ ശക്തിയാണ്. തിരിച്ച് ഇസ്രായേൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് നേരിടേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങളും അവരും എടുത്ത് പ്രയോഗിക്കും. ഞാൻ ഇതിനിടയിൽ താങ്കൾ ഇത്രയും വിശദീകരിച്ച ഭാഗത്ത് ഞാൻ എൻ്റെ ഒരു സംശയം ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, താങ്കൾ അത് ഒന്ന് കേൾക്കുമല്ലോ. അതായത് താങ്കൾ പറഞ്ഞ 60% യുറേനിയം സമ്പുഷ്ടീകരണം എന്നത് അണ്വായുധത്തിലേക്ക് വളരെ എളുപ്പത്തിലേക്ക് കടക്കാൻ പാകത്തിലുള്ള ഒന്നാണെന്നാണ്. പക്ഷേ IAEA തന്നെ പറഞ്ഞത് അണ്വായുധ നിർമ്മാണത്തിലേക്ക് എത്തുന്ന തരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണല്ലോ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല അമേരിക്കയുടെ ഇന്റലിജൻസും ഡൊണാൾഡ് ട്രംപിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് അത്തരമൊരു നീക്കം ഇറാന്റെ ഭാഗത്ത് സംഭവിക്കുന്നില്ല എന്നാണ്. ഈ രണ്ട് ഏജൻസികൾക്കും തെറ്റുപറ്റി എന്നാണോ ഡോക്ടർ പി ജെ വിൻസെന്റ് താങ്കൾ പറയുന്നത്? അല്ല, അത് തെറ്റുപറ്റിയെന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ സാങ്കേതികത്വം പരിശോധിച്ചാൽ ഇതിന് ശാസ്ത്രീയമായ വശം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെ 90% എത്തിക്കഴിഞ്ഞാൽ അത് വെപ്പൺ ഗ്രേഡായി. ഈ 90%ലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പം സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ 60%-ഓളം സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ശേഖരം 408 കിലോയോളം ഉണ്ട് എന്ന് IAEA തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അവർ സമാധാനപരമായ ആവശ്യത്തിന് ഉപയോഗിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം സമാധാനപരമായ ആവശ്യം എന്ന് പറഞ്ഞാൽ ഊർജ്ജോൽപാദനമാണ്. ഊർജ്ജോൽപാദനത്തിന് 5%-ൽ താഴെ ശുദ്ധീകരിച്ച യുറേനിയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ.
കാരണം യുറേനിയം 238, 235 ഈ രണ്ട് ഐസോട്ടോപ്പുകളാണ് വേർതിരിച്ചിരിക്കുന്നത്. യുറേനിയം 238 നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നത്. അതിനകത്ത് നിന്ന് യുറേനിയം 235 എന്ന ഐസോട്ടോപ്പിനെ സെൻട്രിഫ്യൂഗ് ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയനെയാണ് നമ്മൾ യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത്. അപ്പോൾ 5% താഴെ സമ്പുഷ്ടീകരിച്ച യുറേനിയം 235 മതി ആണവ റിയാക്ടറുകളിൽ നമുക്ക് ഊർജ്ജോൽപാദനം നടത്താൻ. 20% വരെ അത് വൈദ്യശാസ്ത്ര ഉപയോഗത്തിലുള്ളൂ. എന്ന് വെച്ചാൽ അതിന് മുകളിലോട്ട് സമ്പുഷ്ടീകരണം നടക്കുന്നത് ആയുധ നിർമ്മാണത്തിന് മാത്രമാണ്. സമാധാനപരമായ ഒരാവശ്യങ്ങൾക്കും യുറേനിയം സമ്പുഷ്ടീകരണം 20% മുകളിലേക്ക് നടത്തേണ്ട കാര്യമില്ല. എന്നാൽ IAEAയുടെ തന്നെ റിപ്പോർട്ടിൽ 60% സമ്പുഷ്ടീകരിച്ച് യുറേനിയത്തിൻ്റെ ശേഖരമുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സമ്പുഷ്ടീകരണത്തിൻ്റെ തോതെടുത്ത് പരിശോധിച്ചാൽ മുകളിലോട്ട് പോകും തോറും വളരെ എളുപ്പം സമ്പുഷ്ടീകരണം സാധ്യമാകും. പക്ഷേ ആ സമ്പുഷ്ടീകരിക്കണമെങ്കിൽ സെൻട്രിഫ്യൂഗുകൾ വേണം. അത് ആക്രമണത്തിൽ തകർന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്കത് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ എവിടെയെങ്കിലും അവർക്ക് സെൻട്രിഫ്യൂഗ് തകർക്കപ്പെടാതെ നിലനിർത്താൻ കഴിഞ്ഞാൽ ഈ 60% നിന്ന് വെപ്പൺ ഗ്രേഡിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കും. തകർത്തു എന്നതായിരുന്നല്ലോ ആദ്യം ഇസ്രായേൽ പറഞ്ഞത്. അതായത് ആണവ നിലയത്തെ നേരിട്ട് ആക്രമിക്കുകയല്ല, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്ന ഈ സെൻട്രിഫ്യൂഗൽ പമ്പുകൾ അത് നശിപ്പിച്ചു എന്നതായിരുന്നു. പക്ഷേ അപ്പോഴും ഈ അണ്ടർഗ്രൗണ്ടിൽ, അതായത് ഭൂഗർഭ അറകളിൽ ഈ പ്രക്രിയ നടക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? അത് വളരെ താഴെയുമാണ്. അപ്പോൾ അത് നശിപ്പിക്കപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് താങ്കൾ? നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടാണല്ലോ ഫർദോവും അല്ലെങ്കിൽ നദാൻസ്, പിന്നെ ഇസ്ഫഹാൻ, അറാഖ് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളൊക്കെ ഭൂമിക്ക് മേലെയുള്ള ഘടനയെയാണ് സമ്പൂർണ്ണമായി തകർത്തിട്ടുള്ളത്. അതിലിപ്പോൾ ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടുള്ളത് 3 സ്ഥലത്താണല്ലോ GBU 57 ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു പക്ഷേ ഫർദോയിൽ മാത്രമായിരിക്കാം അത് പ്രയോഗിച്ചിട്ടുണ്ടാവുക. മറ്റ് സ്ഥലങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായി നമുക്കറിയില്ല. മാത്രവുമല്ല, ഇതിൽ റഷ്യയുടെയും ചൈനയുടെയും അടക്കമുള്ള നിശബ്ദ സഹായമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ആണവായുധത്തിൻ്റെ പേരിൽ ഇറാനെ നമ്മൾ ശിക്ഷിക്കുമ്പോൾ, ഇറാനെതിരെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ അവർ ഈ ആണവശേഷിയൊക്കെ ആർജിച്ചത് പാകിസ്ഥാനിൽ നിന്നാണ് എന്നതുകൂടി പറയാതെ വയ്യ. പാകിസ്ഥാനിലെ MQ-ഖാൻ യൂറോപ്പിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന സെൻട്രിഫ്യൂഗിൻ്റെ സാങ്കേതികവിദ്യ MU-ഖാൻ നേതൃത്വം നൽകിയ ഒരു കള്ളക്കടത്ത് പാത, ആ പാതയിലൂടെയാണ്, അതിൽ ചൈനയുടെ പിന്തുണയുമുണ്ട്. പാകിസ്ഥാനിൻ്റെ MQ-ഖാൻ നേതൃത്വം നൽകിയ ആണവ സാങ്കേതിക വിദ്യയുടെ കള്ളക്കടത്ത് പാതയിലൂടെയാണ് ഇറാനിലേക്കും ലിബിയയിലേക്കും ഉത്തര കൊറിയയിലേക്കും ഇതിൻ്റെ സാങ്കേതികവിദ്യ പ്രവഹിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ആണവായുധം ഉണ്ടാക്കാനുള്ള ശേഷി ഇറാൻ നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ ആശങ്കാകുലമായ കാര്യമാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം, അത് യഥാർത്ഥത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഇറാൻ എന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തെ ആക്രമിക്കാനുള്ള ലോക പോലീസിൻ്റെ ശ്രമം ആത്യന്തം അപലപനീയമാണ്. അത്തരത്തിൽ ഈ 1960കളിൽ തന്നെ CTBT കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, അതിനു മുമ്പ് PTBT ഉണ്ട്, പാർഷ്യൽ ടെസ്റ്റ് ബാൻ ട്രീറ്റിയിലും NPT-യിലും ഒപ്പിട്ട ഒരു രാജ്യമാണ് ഇറാൻ. അങ്ങനെയുള്ള ഒരു രാജ്യം ആണവ ആയുധം ഉണ്ടാക്കാനുള്ള സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും IAEA ഉപയോഗിച്ചും ഇല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ ഉപയോഗിച്ചൊക്കെ ചെയ്യേണ്ടതാണ്. അവിടെ പോയി ആക്രമണം നടത്താൻ ഇസ്രായേലിന് ഒരു അധികാരവുമില്ല. അമേരിക്ക പിന്നെ നമുക്ക് പറയാം, അവർ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗം എന്ന നിലയിലെങ്കിലും പറയാം. പക്ഷേ ഇസ്രായേലിന് ആ പരമാധികാര രാഷ്ട്രത്തിന് മേലെ പോയി ആക്രമിക്കാൻ എന്ത് അവകാശമാണുള്ളത്? അപ്പോൾ ഇപ്പോഴത്തെ എസ്കലേഷൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം അവിടുത്തെ റെഷീം ചേഞ്ച്, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നത് എന്താ? ഇറാനിലെ ജനങ്ങളോട് നിങ്ങൾ ആയത്തുള്ള ഖൊമൈനിയെ മാറ്റൂ, അവരുടെ ഭരണകൂടത്തെ മാറ്റൂ എന്നാണ്. ആ ഭരണകൂടത്തെ മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളല്ലേ. അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് അവിടെയുണ്ട്. മാത്രമല്ല 1979 ദൃഢീകരിച്ച ഒരു ഇസ്ലാമിക വിപ്ലവം ആണ് അവിടെ നിലനിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാൻ്റെ ദേശീയതയിൽ ഇറാനിലെ ഷിയായിസം, അതായത് ഷിയ ഇസ്ലാമിക് റെവല്യൂഷൻ
ഇസ്രായേലിലെ ഷിയായിസം ഒരു നേഷണൽ റിലീജിയനാണ്, ദേശീയ മതമാണ്. UK-യുടെ ദേശീയ മതമാണല്ലോ ആംഗ്ലിക്കൻ ചർച്ച്. അതുപോലെ ഇറാൻ്റെ ദേശീയ മതമാണ്. ഇറാനിയൻ ദേശീയതയുമായി വളരെ ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഷിയായിസ്റ്റ് ഇസ്ലാമിസം. അപ്പോൾ അതിൻ്റെ പരമോന്നത നേതാവിന് ഒരേ സമയം ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, അയാൾ ഒരു റിലീജിയസ് ഹെഡ് കൂടിയാണ്, വലിയ റൈച്വൽ സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു, അവിടെ റെഷീം ചേഞ്ച് ഉണ്ടാക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ രൂപത്തിൽ ഇടപെടാനുള്ള അവകാശം ഇന്ന് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഇല്ല. അത് ഡ്യൂ പ്രോസസ്സിലൂടെയാണ് പോകേണ്ടത്. അത് സംഭവിക്കാത്തിടത്താണ് നമ്മൾ ലോകരാഷ്ട്രത്തിൽ നിന്ന് വന്നിട്ടുള്ള മാറ്റം. ശക്തി ഉള്ളവൻ അവന്റെ ആയുധ പ്രയോഗം നടത്തും, അധികാരം പ്രയോഗിക്കും, കളക്ടീവ് സെക്യൂരിറ്റി. അമേരിക്കയെ സംബന്ധിച്ച് ഇതൊന്നും പുതിയ കാര്യമല്ലോ. നമ്മൾ ലോകം ഇതിനു മുൻപും സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ഇറാഖിൽ ഇതുപോലെ തന്നെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, സമ്പൂർണ്ണമായും ഈ ഡിസ്ട്രക്ട് ചെയ്യുന്ന വെപ്പൺസ് ഉണ്ട്, ബയോളജിക്കൽ വെപ്പൺസ് ഉണ്ട്, കെമിക്കൽ വെപ്പൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഐക്യരാഷ്ട്രസഭയിൽ തന്നെ കോളിൻ പവലൊക്കെ പറഞ്ഞതും പിന്നീട് അതൊക്കെ വെറും അമേരിക്കയുടെ നുണക്കഥകളാണെന്ന് തെളിഞ്ഞതുമൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ ലോക പോലീസിന്റെ ഇടപെടൽ നമ്മളെ സംബന്ധിച്ച് ലോകം ആദ്യമായി കാണുന്നതല്ല, അത് അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്ന് കണ്ടാൽ മതി ഇതിനെ, അല്ലേ? അല്ല, അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. ഈ ലോക പോലീസിന് എന്തെങ്കിലും നൈതികത ഉണ്ട് എങ്കിൽ അവരാദ്യം ശിക്ഷിക്കേണ്ടത് പാകിസ്ഥാനല്ലേ? അതെ. അമേരിക്കയുടെ ചിറകിൻ കീഴിലായിരുന്നല്ലോ ഇത്ര കാലം പാകിസ്ഥാൻ എന്നത് അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമായിരുന്നു. ഈ 90കളുടെ ഈ അന്താരാഷ്ട്ര യുദ്ധം, ഭീകരതയ്ക്കെതിരായ അന്താരാഷ്ട്ര യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷമാണല്ലോ അമേരിക്കയുമായിട്ട് അല്പം അകലുകയും പാകിസ്ഥാൻ ചൈനയുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്തത്. പക്ഷേ അമേരിക്കയുടെ ഗുഡ് ബുക്കിൽ പേരുള്ള സമയത്ത്, അമേരിക്കയുടെ ആശ്രിതനായിട്ട് പാകിസ്ഥാൻ നിന്ന സമയത്താണല്ലോ പാകിസ്ഥാനിലെ MQ ഖാൻ ആണവ കള്ളക്കടത്ത് പാത ലോകം മുഴുവൻ വ്യാപിച്ചത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് അടക്കമുണ്ട്. അതേസമയം അമേരിക്കയുമായി നല്ല ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവരോട് യുദ്ധമില്ല, അവരെല്ലാം ശരിയാണ്. എന്നാൽ അമേരിക്കൻ വിരുദ്ധ നിലപാടെടുത്തു കഴിഞ്ഞാൽ അവരെ എല്ലാ തരത്തിലും ആക്രമിക്കും. നോക്കൂ, 1961 മുതൽ 25 വരെ തുടർന്ന ക്യൂബൻ ഉപരോധത്തിന് എന്ത് ന്യായീകരണമാണുള്ളത്? ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ റിട്ടയർഡ് കേണൽ എസ് ഡിന്നിയിലേക്ക് കൂടി ഒന്ന് പോയ ശേഷം വരാം. ശ്രീ എസ് ഡിന്നി, ക്ഷമിക്കണം, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടായതാണ്. അതാണ് താങ്കൾ എൻ്റെ ചോദ്യം കേട്ടു, പക്ഷെ താങ്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഡിന്നി. ശ്രീ ഡിന്നി, ഇതിനകത്ത് ഇപ്പോഴിത് ഈ പോരാട്ടത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ഇറാൻ അവരുടെ ചരിത്രം നോക്കുമ്പോൾ എത്ര വലിയ പ്രതിരോധത്തിൻ്റെ ശക്തിയാണ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഇറാൻ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് 2 ആണവ രാഷ്ട്രങ്ങളോടാണ്. അവിടെ ഇറാൻ കുറെ കൂടി കരുതലോടുകൂടി ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമോ? വീണ്ടും ഈ ആണവ കരാറിൽ ഒപ്പുവെക്കണം, ചർച്ചകളിലേക്ക് ഇറാൻ വരണം എന്ന അമേരിക്കയുടെ ആവശ്യത്തോട് വഴങ്ങുമോ? അതല്ല ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനാണോ സാധ്യത താങ്കളുടെ നോട്ടത്തിൽ? പ്രത്യേകിച്ച് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആദ്യമായി ഒരു യുദ്ധമുഖത്ത് അമേരിക്ക പരീക്ഷിച്ചു. രണ്ടാമതായി ഇസ്രയേലിൻ്റെ ബോംബ് വർഷം, മിസൈൽ വർഷം ഇപ്പോഴും തുടരുന്നു. ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു. മുൻപെങ്ങും ഇല്ലാത്ത വിധം വലിയ കനത്ത നാശനഷ്ടം ഇസ്രയേലും അനുഭവിക്കുകയാണ് ഈ പോരാട്ടത്തിൽ. എന്താകും ഇതിൻ്റെ ഭാവി? ശ്രീ ഗോപി, ഇതിനകത്ത് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. ശ്രീ ഗോപി, ഇതിനകത്ത് അങ്ങയുടെ ലാസ്റ്റ് ചോദ്യം, അതായത് ഇതൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകുമോ, പ്രത്യേകിച്ച് ഇറാൻ US-ഉമായിട്ട്? അങ്ങനെ പോകാനുള്ള സാധ്യത കുറവാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച്. അതിൻ്റെ കാരണം ഇറാൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അവർക്ക് US പോലുള്ള ഒരു രാജ്യമായിട്ട് അങ്ങനെ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥയിലില്ല. കാരണം കാലാകാലങ്ങളായിട്ടുള്ള എക്കണോമിക് സാങ്ഷൻസ് കാരണം അവരുടെ സാമ്പത്തിക അവസ്ഥ ഇപ്പം കുറച്ച് പൂറായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അവരുടെ സൈനിക ശേഷിയും ഈ യുദ്ധം തുടങ്ങുന്നതിന് 10 ദിവസം മുമ്പ് തുടങ്ങുന്നതിന് കണക്കല്ല ഇപ്പോഴത്തെ അവസ്ഥ. അതിലും തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്. അവരുടെ എയർഫോഴ്സ് ഒരു പഴയ എയർക്രാഫ്റ്റ് ഒക്കെ ഉള്ളതാണ്. പക്ഷെ അവർക്ക് ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്, അവർക്ക് ഡ്രോൺ ടെക്നോളജി ഉണ്ട്. അത് വെച്ച് അവർക്ക് ആ രീതിയിലുള്ള ഒരു പോരാട്ടം നടത്താം. അപ്പോൾ ഒരു ഫുൾ സ്കെയിൽ വാർ US-ഉമായിട്ട് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ അവർ വളരെ ആത്മാഭിമാനം ഉള്ള ഒരു രാജ്യമാണ്. പെർഷ്യൻ കൾച്ചർ ഉള്ള ആ കൾച്ചറിൽ അഭിമാനം കൊള്ളുന്ന ഒരു രാജ്യമാണ്. ആ ജനത ഇപ്പം ഈ ഒരു യുദ്ധത്തിൽ ഇപ്പം ഈ അമേരിക്ക ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു, ഇന്നലെയൊക്കെ ആയിട്ട് അവിടെ ആളുകൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നത് കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജനവികാരം അമേരിക്കയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് അവിടെ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഒരു നടപടി ഇപ്പോഴത്തെ ഭരണകൂടത്തിന് എടുത്തേ തീരൂ. കാരണം അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടാണ് കഴിഞ്ഞ
ഇതേപോലത്തെ ഒരു സമാനമായിട്ടുള്ള രീതിയിൽ അവരുടെ തന്നെ ഒരു ഇറാനിയൻ ജനറൽ കാസിം സുലൈമാനി എന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ജനറലിനെ ഇതേ ഡൊണാൾഡ് ട്രംപ് യു എസിൻ്റെ അസറ്റ്സ് ഉപയോഗിച്ച് കാസിം സുലൈമാനെ വധിച്ചിരുന്നു. അന്നും ഇറാൻ ഇതേപോലത്തെ ഒരു പ്രഷറിലായിരുന്നു, അതായത് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തേ തീരൂ എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒരു 13ഓളം ഓപ്ഷൻസ് അയത്തുള്ളയുടെ മുമ്പിൽ കൊടുത്തിരുന്നു. അതായത് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഫൈനലി അദ്ദേഹമായിരിക്കും പിക്കപ്പ് ചെയ്യുന്നുള്ള രീതി വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് ബിൽഡപ്പ് ചെയ്തിരുന്നു. അതായത് 3 ജനുവരി 2020 കാസിം സുലൈമാനിയെ വധിക്കുന്നത്. 8-ാം തീയതിയാണ് ഈ അദ്ദേഹത്തിൻ്റെ ബറിയൽ നടക്കുന്നത്. അതിന് തൊട്ട് മുൻപാണ് ഈ ഇറാഖിലെ US ബേസിസിൽ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് അറ്റാക്ക് ചെയ്യുന്ന മുമ്പ് അമേരിക്കയുടെ ഇറാഖിനടുത്തും ഓൾറെഡി ഇറാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പോൾ US അവരുടെ ബേസിൽ നിന്ന് അവരുടെ ആളുകളെയും അവരുടെ അസറ്റ്സിനെയൊക്കെ മാറ്റിയിരുന്നു. അപ്പം ഇറാൻ സ്ട്രൈക്ക് ചെയ്തു, പക്ഷെ ഒരു നാശനഷ്ടവും അതായത് ഒരു കാഷ്വാലിറ്റി ഉണ്ടായില്ല. കുറച്ച് നാശനഷ്ടം ഉണ്ടായി, പക്ഷേ കാഷ്വാലിറ്റീസ് ആരും ഉണ്ടാവാത്ത രീതിയിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് US വീണ്ടും കുറേ സാങ്ഷൻസ് വീണ്ടും ഇറാൻ്റെ പുറത്ത് ചെയ്തു. അങ്ങനെ ആ ക്രൈസിസ് അവിടെ ആ രീതിയിലേക്ക് അങ്ങ് അവസാനിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇറാനെ സംബന്ധിച്ചോളം അവരുടെ നിലനിൽപ്പിന് അമേരിക്കയുടെ ഈ ഒരു ആക്ഷൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തേ തീരൂ, അതിനകത്ത് യാതൊരു സംശയം. അവിടെയാണ് ഇന്നിപ്പം ഒരു ന്യൂസ് വന്നത് സിറിയയിൽ US ബേസിൽ അറ്റാക്ക് ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ അത് മെഹർ ന്യൂസ് ആണ് അത് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഈ മെഹർ ന്യൂസ് തന്നെ ഇറാനിൻ്റെ ഒരു സ്റ്റേറ്റ് ന്യൂസാണ്. ഈ 2020 കാസിം സുലൈമാനിയെ സ്ട്രൈക്ക് ചെയ്തപ്പം 80 US സൈനികർ വധിച്ചു എന്ന് കൊടുത്ത സെയിം ഏജൻസിയാണ്. അപ്പം എത്രമാത്രം അതിനകത്ത് വിശ്വസിക്കാൻ പറ്റും എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു ഓപ്ഷൻ ഇപ്പം ഇറാൻ്റെ ഉള്ളിൽ ഈ ഇറാഖിലോ അല്ലെങ്കിൽ സിറിയയിലോ അല്ല ഇങ്ങനത്തെ ഏതെങ്കിലും ബേസിൽ US ബേസിൽ ഒരു സിംബോളിക് ആയിട്ടുള്ളൊരു സ്ട്രൈക്ക് ചെയ്യാം. അതല്ലെങ്കിൽ പ്രോക്സീസിനെ ഉപയോഗിച്ച്, അതായത് ഈ മിലീഷ്യസിനെ ഉപയോഗിച്ചിട്ട് US ഏതെങ്കിലും ഒരു ബേസിൽ സ്ട്രൈക്ക് ചെയ്യാം. മൂന്നാമതായിട്ട് ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡയറക്റ്റായിട്ട് ഒന്നും ചെയ്യാതെ ഇസ്രയേലിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് അവർക്ക് പൊരുതാനുള്ള ശക്തി അവർക്കുണ്ട്. കാരണം അവരുടെ ആ കൺവെൻഷണൽ ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട് അവരുടെ. ഇപ്പോൾ 2000 ചിലർ പറയുന്നു, 3000 ചിലർ പറയുന്നു. പക്ഷേ ഒരു 2000-2500 ഇടയ്ക്ക് ഉണ്ടെങ്കിൽ തന്നെയും ഇതുവരെ അവർ ഏകദേശം ഒരു 400-500 ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രയേലിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് ഫയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും അവരിൽ ഏകദേശം ഒരു 2000 അല്ലെങ്കിൽ 1500 ഉണ്ട്. അപ്പോൾ ദിവസം ഒരു 10-20 ചെയ്താൽ തന്നെ ഇതൊരു 2 മാസം വരെയൊക്കെ പോയാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ശേഷി ഇന്ന് ഇറാനുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു വാർ ഓഫ് അട്രീഷൻ, അതായത് നിങ്ങൾ ഫൈറ്റ് ചെയ്യാനാണെങ്കിൽ ഞങ്ങളും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു നിലപാടാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. അതായത് ഒരു കാരണവശാലും അവർ ഈ തോക്കിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ഈ ന്യൂക്ലിയർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയ രീതിയിലേക്കുള്ള അവരങ്ങനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രഷറിൽ അവർ വഴങ്ങുമെന്നും എനിക്ക് തോന്നുന്നില്ല. അവർ ഫൈറ്റ് ചെയ്യാനുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്, ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഒരു തുടർന്ന് പോട്ടെ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇറാൻ്റെ ഭാഗത്ത് ധാരാളം കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ഭാഗത്തും കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ 10 ദിവസമായി ഇപ്പം ഈ 10 ദിവസം ഈ അയൺ ഡോമും ഇതെല്ലാം അതിനായിട്ടുള്ള പ്രഷറുണ്ട്. അപ്പോൾ ഇപ്പം ഇസ്രായേലിൻ്റെ ഒരു റിപ്പോർട്ട് വന്നത് ഒരു വാർണിംഗ് സിസ്റ്റം അവിടെ ഫംഗ്ഷൻ ചെയ്തില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ അസാധാരണമായിട്ടുള്ള കാര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവർക്ക് ഈ മിസൈൽസിൻ്റെ വാർണിംഗ് സിസ്റ്റമൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അറിയിക്കുകയും ആളുകളെല്ലാം ബങ്കറിൽ പോവുകയും അവിടെ സേഫ് ആയിട്ടിരിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഓപ്പറേഷനിൽ വരുമ്പം എത്രമാത്രം അതിനെ യൂസ് ചെയ്ത് പോകുന്നോ അത്രമാത്രം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രഷർ വന്ന് അതിനകത്ത് പിഴവുകൾ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു മെഷീനും അല്ലെങ്കിൽ അതിനൊരു എക്യുപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഈവൻ ഹ്യൂമൻ ഫാറ്റീഗ് വേണമെങ്കിലും വരാം. അപ്പം 2 ഭാഗത്തും കാഷ്വാലിറ്റീസ് വരുന്നുണ്ട്. അത് ഇറാൻ്റെ ഭാഗത്ത് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്, കാരണം അത്രമാത്രം എയർ സുപ്രമസി ഇസ്രയേലിനുണ്ട്. പക്ഷേ അവരെയും ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് അവർ എന്ത് മിലിറ്ററി ഒബ്ജക്റ്റീവ് നിന്നാണ് തുടങ്ങിയത് അത് ഫിനിഷായോ ഇല്ലയോ എന്നുള്ള ഒരു ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം നേരത്തെ ശ്രീ ഗോപി ഫസ്റ്റ് ഇതിൽ പറഞ്ഞത് US അവരുടെ B-2 ബോംബേഴ്സ് വെച്ചിട്ട് ഈ 3 ന്യൂക്ലിയർ സൈറ്റ്സിനെ തകർത്തു. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഒബിലറേറ്റ് ചെയ്തു, നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ദ ഇറാനിയൻ ന്യൂക്ലിയർ ഡ്രീം ഇസ് ഡെഡ് എന്നാണുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് US ജനറൽസ് അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വന്നപ്പം ഞങ്ങൾ അതിനെ ഡാമേജ് അസസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ കൃത്യമായിട്ട് എന്തൊക്കെ പറ്റി എന്നുള്ള രീതിയിൽ, അത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മറുപടിയാണ് അവർ കൊടുത്തത്. അപ്പം ഇപ്പോൾ കംപ്ലീറ്റ്ലി നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ നിന്ന് ഡാമേജിലേക്ക് അവർ വരുന്നുണ്ട്. കാരണം ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് 100% നശിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു വാസ്തവമുണ്ട്. രണ്ടാമതായിട്ട് അങ്ങ് പറഞ്ഞ പോലത്തെ ഈ റിപ്പോർട്ട്സ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഈ ന്യൂക്ലിയർ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനുള്ള സാധ്യതയുണ്ട്.
അത് സത്യം പറഞ്ഞാൽ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ആരായാലും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് അവരുടെ രാജ്യത്ത് അറ്റാക്ക് നടക്കാൻ പോകുന്നവർക്ക് അറിയാം. അങ്ങനാണെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സാധനം, അവരുടെ ന്യൂക്ലിയർ അസറ്റ്, അത് അവർ അവിടുന്ന് മാറ്റാനുള്ള എല്ലാ നടപടികളും എടുക്കും. അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയും നെക്സ്റ്റ് ചോദ്യം വരുന്നത്, അങ്ങനാണെങ്കിൽ എന്തുകൊണ്ട് US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ഇന്റലിജൻസ് അത് പിക്കപ്പ് ചെയ്തില്ല എന്നുള്ളതാണ്. അഥവാ പിക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്കിൽ കൃത്യമായിട്ട് അവർക്ക് വീണ്ടും അറിയാമായിരിക്കും അത് എവിടെയാണ് പോയേക്കുന്നത്. അപ്പോൾ അവിടെയും വെച്ച് അതിനെ നശിപ്പിക്കാൻ പറ്റുമോ, അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള റേഡിയേഷനൊക്കെ എന്തൊക്കെ ആയിരിക്കും എന്നൊക്കെ ഉള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ അവസ്ഥ വെച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അവർ ഏത് മിലിറ്ററി ഒബ്ജക്റ്റീവിന് വേണ്ടിയാണോ ഈ യുദ്ധം തുടങ്ങിയത്, അതായത് ന്യൂക്ലിയർ ഫെസിലിറ്റീനെ തകർക്കുക, ഇല്ലാതാക്കുക, അത് അച്ചീവ് ചെയ്തില്ല എന്ന് അവർ തന്നെ സമ്മതിച്ച് അതിനുവേണ്ടി മുന്നോട്ട് പോകുന്നു. ഇറാൻ മറുവശത്ത് ഞങ്ങൾ ഒരു നീണ്ട യുദ്ധത്തിലേക്ക് ഞങ്ങളും തയ്യാറാണ്, ഞങ്ങൾ ആ രീതിയിലേക്ക് ഒരു മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈൽസും ഒക്കെ ഞങ്ങളും അയക്കും, അതിനിടയ്ക്ക് ഹൈപ്പർസോണിക് മിസൈൽസും ഒക്കെ അയച്ച് അതിനെ ആ രീതിയിലുള്ള ഒരു പോരാട്ടം നടത്തും. അതിൻ്റെ കൂടെ US-ന് ഇപ്പം ഇന്നലെ ചെയ്ത സ്ട്രൈക്കിന് ഒരു പകരം വീട്ടൽ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്ലാനിങ് അവിടെ നടക്കുന്നുണ്ട്. ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമുക്ക് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞ പോലെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ, ഈ സ്ട്രേറ്റ് ഓഫ് ഹൊർമുസിന് വേണ്ടിയുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് ഇറാനിൽ. അതിനെ ബ്ലോക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്, അതിനെ എനിക്കൊന്ന് അവിടുത്തെ സെക്യൂരിറ്റി കൗൺസിലിന്റെ മുന്നിലാണ് അതിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് സാധ്യത കുറവാണ്. പക്ഷെ ചെയ്താലും നമ്മൾ വലിയ അതിശയമൊന്നും വേണ്ട. കുറച്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ അതൊരു ഒരു 5-6 ദിവസത്തേക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഇറാൻ ചെയ്താലും ധാരാളം പ്രഷർ വരും. പ്രത്യേകിച്ച് ചൈനയുടെയും ഒക്കെ എനർജി റിക്വയർമെന്റ്സ്, ഇന്ത്യയുടെയൊക്കെ എനർജി റിക്വയർമെന്റ്സ് വരുന്ന സ്ഥലം അവിടുന്നാണ്. അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ ഒരു ലോകത്തെ ഒരു പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഷോക്ക് ആൻഡ് എഫക്ട് എന്നുള്ള പറയുന്ന രീതിയിലേക്ക്, ആ രീതിയിലേക്ക് ഒരു ഇറാൻ ചെയ്താലും നമുക്ക് വലിയൊരു അതിശയം വരത്തില്ല. ചാൻസസ് കുറവാണ്, പക്ഷെ ചെയ്യാൻ ഉള്ള ഓപ്ഷൻ അവരിലുണ്ട്. അപ്പൊ ഈ രീതിയിൽ നിൽക്കുമ്പം ഇപ്പം നമുക്ക് പറയാൻ സാധിക്കുന്ന വെച്ചാൽ ഇത് മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകും. കൗണ്ടർ സ്ട്രൈക്ക് കൗണ്ടർ സ്ട്രൈക്ക് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. വേറെ ഒരു രാജ്യവും ഇതിനകത്ത് ഇടപെടാൻ പോകുന്നില്ല. റഷ്യയുടെ ഭാഗത്തു നിന്ന് 2 രാജ്യങ്ങളുടെ അടുത്ത് സംസാരിച്ചു. റഷ്യ ഇറാന് ഒരു രീതിയിലുള്ള ഡയറക്റ്റായിട്ട് സപ്പോർട്ട് കൊടുക്കത്തില്ല. ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടിരുന്നു. വ്ളാഡിമിർ പുടിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇറാനിന് സപ്പോർട്ട് കൊടുക്കാത്തതെന്ന് പറഞ്ഞപ്പം വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് 2 മില്യൺ റഷ്യൻ സ്പീക്കിംഗ് ആളുകൾ ഇസ്രായേലിന്റെ ഉള്ളിലുണ്ട്. ഞങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ റഷ്യ യുക്രൈൻ വാറിൽ റഷ്യ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. റഷ്യയുടെ സാങ്ഷൻസ് ഒന്നും ചെയ്തില്ല. യുക്രൈന് ഒരു രീതിയിലുള്ള ഡ്രോൺസോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സപ്പോർട്ട് ഇസ്രായേലും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഇസ്രായേലും റഷ്യക്ക് അടുപ്പമാണ്, ഇറാനും അടുപ്പമാണ്. മറിച്ച് ഉള്ളി ചൈന മാത്രമാണ് ഇപ്പം എന്തെങ്കിലും രീതിയിലുള്ള ഒരു സ്വാധീനം. താങ്കൾ പറഞ്ഞതുപോലെ ഈ ലോകരാഷ്ട്രങ്ങൾ, അതിപ്പോൾ റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നേരിട്ട് ഈ ആക്രമണത്തിന്റെ ഭാഗമാകുമെന്ന് കരുതാനേ കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ച് വളരെ സേഫ് ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് മാത്രം അഭിപ്രായം പറയുക, മറ്റേതെങ്കിലും മധ്യസ്ഥ നീക്കങ്ങൾ നടത്തണമെങ്കിൽ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നതിനപ്പുറത്തേക്ക് നേരിട്ട് ഇതിലേക്ക് ഇടപെടാനുള്ള ഒരു സാധ്യതയും നമ്മളിപ്പോൾ കാണുന്നില്ല. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, ഇനി നമുക്ക് നമ്മുടെ മുന്നിലുള്ള സംഭവങ്ങളെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു സമ്പുഷ്ടീകരിച്ചെടുക്കുന്ന വിവരങ്ങൾ ആണ് ഇനി നമുക്ക് വേണ്ടത്. കാരണം പലതരത്തിലുള്ള നുണപ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. പുറത്തു വരുന്ന വിവരങ്ങളിൽ ഏതൊക്കെ വിശ്വസിക്കാം, ഏതൊക്കെ തള്ളിക്കളയണം, ഏതൊക്കെ വ്യാജ പ്രചാരണങ്ങളാണ്, ഫേക്കായിട്ടുള്ള പ്രൊപ്പഗാൻഡാസ് ആണ് എന്നൊക്കെ പരിശോധിക്കേണ്ട ഒരു സന്ദർഭം നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇറാന്റെ ആണവ സ്വപ്നത്തെ ഇല്ലാതാക്കിയെന്ന്. മറിച്ച് ഇസ്രായേൽ പറയുന്നു ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള യുദ്ധത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണെന്ന്. പക്ഷേ കനത്ത നാശനഷ്ടം ഇരുഭാഗത്തും സംഭവിക്കുകയാണ്. ഇസ്രായേലിലെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആക്രമണങ്ങൾ വളരെ ശക്തമായി ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 2 അമേരിക്കയുടെ സിറിയയിലെ സൈനിക താവളത്തിന് നേരെ മിസൈൽ വർഷമുണ്ടായി എന്ന സ്ഥിരീകരിച്ചിട്ടില്ലാത്ത വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ ആണവ നിലയങ്ങൾ തകർത്തു എന്ന് പറയുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സമ്പുഷ്ടീകരിച്ചെടുത്ത വിവരങ്ങളാണ് നമുക്കിനി ആവശ്യമുള്ളത്. ഇവിടെ ഇപ്പോൾ നേരത്തെ ഡിന്നി പറഞ്ഞതുപോലെ ഒരു കൗണ്ടർ അറ്റാക്ക് എന്ന നിലയിൽ ഇതിങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകും? ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ക്ഷമ പരീക്ഷിക്കുന്ന ഘട്ടം വരെ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ആണവ ആയുധങ്ങളുള്ള രാജ്യങ്ങളോടാണ് ഇറാൻ ഏറ്റുമുട്ടുന്നത്. അത് വലിയ വില നൽകേണ്ടി വരുന്ന ഒരു പോരാട്ടമായി അത് മാറാൻ സാധ്യതയുണ്ടോ അവരെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ? ശ്രീ ഗോപികൃഷ്ണൻ നല്ല ഒന്നാന്തരം ഒരു പ്രയോഗമാണ് സമ്പുഷ്ടീകരിച്ചെടുത്ത വിവരങ്ങൾ. അതായത് ഒരുപാട് ക്ലെയിംസ് ആൻഡ് കൗണ്ടർ ക്ലെയിംസ്, ആർഗ്യുമെന്റ്സ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെന്റ്സ്, അത് പലതും പ്രത്യേക സ്ഥാപിത താല്പര്യം വെച്ചുകൊണ്ടാണ്. ഒരു പക്ഷേ നമ്മുടെ കേരളത്തിനുള്ളിൽ പോലും
ജനങ്ങൾ ചേരിതിരിഞ്ഞ് ഇറാൻ അനുകൂല, ഇസ്രായേൽ അനുകൂല ഒരു വിഭാഗങ്ങൾ എന്ന രീതിയിൽ വേർതിരിഞ്ഞ് നിൽക്കുകയാണ്. ഇതൊരുതരം ഗെയിം പോലെയുള്ളൊരു മനസ്സിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ കതിരും പതിരും തെളിച്ച് എടുക്കേണ്ട ഒരാവശ്യമുണ്ട്. പ്രധാനമായും നമുക്ക് ആശ്രയിക്കാനുള്ളത് ഒന്ന്, ഇൻഫർമേഷന് വേണ്ടി ആശ്രയിക്കാനുള്ളത് ഒഫീഷ്യൽ മെഷീനറി നൽകുന്ന വിവരങ്ങളാണ്. ഇറാന്റെ ഔപചാരികമായ ഈ വാർത്താവിനിമയ സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന വിവരങ്ങൾ, അതുപോലെ ഇസ്രായേലിന്റെ ഒഫീഷ്യൽ മെഷീനറി നൽകുന്ന വിവരങ്ങൾ. അത് തീർച്ചയായും ഡാമേജുകളെ കുറിച്ച് ഒരു കൺട്രോൾഡ് ഇൻഫർമേഷൻ മാത്രമേ കാണൂ. അല്ലെങ്കിൽ ചില വാല്യൂസ് ആഡ് ചെയ്തുകൊണ്ട് തങ്ങളുടെ ആശുപത്രികൾ തകർക്കപ്പെട്ടു, നിരപരാധികൾ വധിക്കപ്പെട്ടു, ആ രീതിയിലുള്ള കാര്യങ്ങൾ. തീർച്ചയായും ഒരു യുദ്ധം വരുമ്പോൾ നിരപരാധികൾ വധിക്കപ്പെട്ടും എന്നത് കൃത്യമാണ്. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ, ഈ രണ്ട് രാജ്യങ്ങളിലേക്കും മാധ്യമങ്ങൾക്ക് കാര്യമായ പ്രവേശനമില്ല എന്നതുകൂടി ഓർത്തുകൊണ്ട് വേണം പാശ്ചാത്യ മാധ്യമങ്ങളും അറബി മാധ്യമങ്ങളും അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങളും ഒക്കെ നടത്തുന്ന റിപ്പോർട്ടുകൾ. അതനുസരിച്ച് ഇപ്പം നേരത്തെ ഇവിടെ കേട്ട കാര്യമാണ്, ജെറൂസലേം ടെൽ-അവീവ് നഗരത്തിന്റെ 1/3 നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇതൊരു പക്ഷേ വലിയ ഒരു ഭീതിപ്പെടുത്തുന്ന കണക്കാണ്. അങ്ങനെയുള്ള സംഭവം നടത്തിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് തന്നെ പല റിപ്പോർട്ടിങ്ങും നടക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികൾ അവിടെ പോയ ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ തന്നെ ടെലിവിഷൻ ചാനലുകളിലൂടെ കേൾക്കുന്നതാണ്. അവിടെ ആ രീതിയിലുള്ള വലിയ ഡാമേജുകൾ ഉണ്ടായി എങ്കിൽ അവരറിയാതെ ഇരിക്കില്ല. അപ്പൊ അത് ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ, ഈ ഡാമേജുകളുടെ കണക്കുകളൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിറം പിടിപ്പിച്ച കാര്യങ്ങളുണ്ട്. ഇനി കുറച്ചുകൂടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഇത് രണ്ടും കേട്ടു, ഈ സ്റ്റേറ്റ് സ്പോൺസേർഡ് ഐഡിയാസും അതുപോലെ ഈ മാധ്യമങ്ങൾ, നിഷ്പക്ഷമെന്ന് പൊതുവെ വിളിക്കുന്ന മാധ്യമങ്ങൾ, അവർക്കും ചില മൂല്യങ്ങളുണ്ട് എന്നോർക്കണം. ഇത് രണ്ടും കേട്ടതിന് ശേഷം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിനെ അനലൈസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് സമ്പുഷ്ടീകരിച്ച ഒരു വിവരങ്ങൾ എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നടന്ന ഏതാനും സംഭവങ്ങൾ, അത് അമേരിക്കൻ ആക്രമണം കഴിഞ്ഞതിന് ശേഷം, അത് ഫോർദോയിലും നതാൻസിലും ഇസ്ഫഹാനിലും ഒക്കെ നടന്ന അമേരിക്കയുടെ വലിയ രീതിയിലുള്ള കഴിഞ്ഞ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ചില ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചില വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകളും വരുന്നു. അതിലൊന്ന്, ഇറാന്റെ ഒരു ക്ലോക്കുണ്ട്. ഇസ്രായേലിനെതിരെ ഇറാനിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലോക്കുണ്ട്. 2040 വർഷം ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്ത് കാണില്ല. ഇതൊരു സിംബോളിക് കാര്യമാണ്. അതിനുള്ള കേപ്പബിലിറ്റി അവർക്കുണ്ടോ, അതിനുവേണ്ടി നീങ്ങാനാവുമോ മറ്റൊരു കാര്യമാണ്. പക്ഷെ ആ ക്ലോക്ക് നശിപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അത് വിശ്വാസയോഗ്യമാണ് എന്ന് കരുതുന്നില്ല, പക്ഷെ റിപ്പോർട്ടുകൾ വരുന്നു. അത് വെച്ച് വേണം നമ്മൾ വിശകലനം ചെയ്യാൻ. രണ്ട്, ഈ ഫർദോ ആണവ നിലയത്തിന്റെ ചുറ്റുപാടുമുള്ള അപ്രോച്ച് റോഡുകൾ, ഈ പാസേജ് വേ ഇൻഫ്രാസ്ട്രക്ചർ, ഇത് പൂർണ്ണമായി തകർക്കുന്ന രീതിയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടന്നിരിക്കുന്നു. അതൊരുപക്ഷെ അപ്രതീക്ഷിതമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇത്രയും വലിയ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുമ്പോൾ ഇസ്രായേൽ ഉടനടി അതേ സ്ഥലത്ത് തന്നെ ആക്രമണം നടത്തും എന്ന് കരുതാനാവില്ല. 2, 3, ഇറാൻ ഉള്ളിലെ ചില ജയിലുകളിൽ, പ്രത്യേകിച്ച് എവിൻ ജയിൽ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച എവിൻ ജയിലിൽ ആക്രമണം നടന്നിരിക്കുന്നു. അത് വെറും സിംബോളിക് കാര്യം മാത്രമാണോ? അവിടെ രാഷ്ട്രീയ തടവുകാരുണ്ട്. ഈ രാഷ്ട്രീയ തടവുകാരെ അൺലീഷ് ചെയ്ത് വിടുക, അതുകൊണ്ടൊന്നും ഇറാന്റെ ഭരണമാറ്റം ഒന്നും സാധിക്കില്ല എന്നറിയാം. എങ്കിൽ പോലും അത് പല തന്ത്രങ്ങളിൽ ഒന്നാണ്. അതിലേക്ക് ഉള്ള ശ്രദ്ധയാണ്. അത് ആരും ചിന്തിക്കാത്ത ആംഗിളുകളിൽ ചിന്തിക്കുക എന്നതാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയുള്ള അതിശക്തമായ ആക്രമണം. ഗവൺമെന്റ് ഓഫീസുകൾ, ഇൻഫ്രാസ്ട്രക്ചർ, ഗവൺമെന്റൽ മെഷീനറി പ്രവർത്തിക്കുന്ന ഇടങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കുന്നു. 5-മതൊരു കാര്യം കൂടെ, അവിടാണ് റേഡിയോ ടെലിവിഷൻ നിലയങ്ങൾ പ്രക്ഷേപണം നടത്തേണ്ട ഇടങ്ങളാണ്. അതാണ് ഗവൺമെന്റിന് ജനങ്ങളോട് സംവദിക്കാൻ ലഭിക്കുന്ന നേരിട്ടുള്ള അവസരമാണ്. വി ആർ ഫേംലി ഇൻ കൺട്രോൾ. ആ ഒരു അന്തരീക്ഷത്തിലേക്ക് അവിടെയും ആക്രമണങ്ങൾ, കഴിഞ്ഞ ആഴ്ച നടന്ന ആക്രമണം, അതിനു പുറമെ ഇന്നലെയും അതേ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു. അപ്പൊ അതിനർത്ഥം വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ തന്നെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. അതിന്റെ നീതിശാസ്ത്രം മാറ്റി നിർത്തി രീതിശാസ്ത്രം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഇറാനുള്ളിൽ നടന്ന വളരെ വലിയ രീതിയിലുള്ള അസാസിനേഷൻ അറ്റംപ്റ്റ്, അത് ഇസ്രായേലിന്റെ DNA-യിലുള്ള കാര്യമാണ്. അവരുടെ ഒരു ഡൈനമിക്സ് ആണ്. പ്രതിയോഗികളുടെ മർമ്മത്തിൽ തന്നെ പ്രഹരിക്കുക, അവിടുത്തെ ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ് തകർക്കുക. അങ്ങനെയാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ്, അതാണ് പ്രസിഡന്റ്. അപ്പം ഇബ്രാഹിം റൈസിയുടെ വധം ഇസ്രായേലിന്റെ അക്കൗണ്ടിലാണ് ഇപ്പോൾ പലരും ചാർത്തുന്നത്.
അതുപോലെ IRGCയുടെ തലപ്പത്ത് വരുന്നവർ, മാറി മാറി വന്നവർ അനേകർ, അതുപോലെ ആണവ ശാസ്ത്രജ്ഞന്മാർ എന്നുവേണ്ട ടാർഗറ്റഡ് പ്രിസിഷൻ അറ്റാക്ക് തന്നെയാണ്. അതിനർത്ഥം വ്യക്തമായ ഒരു ട്രെൻഡ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഇസ്രയേൽ ഈസ് ഓൺ എ ലോങ് ടേം ട്രാക്ക്. ഇത് ഒരു നിരീക്ഷണമാണ്. മറിച്ച് ഇറാൻ തീർച്ചയായും ഇസ്രയേലുമായി ഉള്ള പോരാട്ടം ആത്യന്തികമായി 1979 മുതൽ പ്ലാൻ ചെയ്യുന്നതാണ്. ഡെത്ത് ടു ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇസ്രയേലിന്റെ ഒരു ഡിറ്റർമിനേഷൻ ജൂതരാഷ്ട്രത്തെ ആ മേഖലയിൽ അംഗീകരിക്കില്ല. അപ്പം ഒരു പരസ്യമായ ഒരു പറച്ചിലാണ് ഈ പറയുന്ന ഇറാന്റെ. രീതിശാസ്ത്രത്തിൽ വ്യത്യാസമുണ്ട്. ഇറാന്റെ രീതിശാസ്ത്രം എ ബിറ്റ് ഓഫ് എ ജിങ്കോയിസം, അതായത് ശക്തമായി പറയുക, ജനങ്ങളെ കൂടെ നിർത്തുക. അത് സാധിക്കുന്നുണ്ട് തീർച്ചയായും. അവിടുത്തെ ഇറാന്റെ ഒരു സിസ്റ്റം ഫേംലി എൻട്രൻച്ച്ഡ് ആണ്. അതുകൊണ്ടാണ് ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരും എന്ന് ഇസ്രയേൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ക്ഷിപ്രസാധ്യമായ കാര്യമല്ല. ബിക്കോസ് ദി റെജീം ഈസ് ഡീപ്ലി എൻട്രൻച്ച്ഡ്. അത് പല ലെയറുകളായി നിൽക്കുകയാണ്. ഗാർഡിയൻ കൗൺസിൽ ഫിൽറ്റർ ചെയ്ത കാര്യങ്ങളാണ് അയത്തുള്ള അലി ഖൊമേനിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഗാർഡിയൻ കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വരും. അതിന് മാത്രമല്ല, മജ്ലിസ് എന്ന സംവിധാനമുണ്ട്. ഇറാനിയൻ പാർലമെന്റായ മജ്ലിസ് ഉണ്ട്. അവിടെ ശക്തമായ ചർച്ചകൾ നടക്കും. അപ്പൊ മജ്ലിസിന്റെ തീരുമാനങ്ങൾ ആത്യന്തികമായി മത നേതൃത്വവും ഗാർഡിയൻ കൗൺസിലും അംഗീകരിക്കുമ്പോൾ മാത്രമാണ് അതൊരു നയമായി മാറുന്നതും പ്രവർത്തനക്ഷമമായി മാറുന്നതും. ആ രീതിയിലാണ് ഇറാന്റെ ഡൈനമിക്സ് പോകുന്നത്. അതുകൊണ്ട് റെജീം ചേഞ്ച് സാധിക്കണമെങ്കിൽ അയത്തുള്ള അലി ഖൊമേനിയെ വധിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയത് കൊണ്ടോ, ഏതാനും നേതാക്കളെ വധിച്ചത് കൊണ്ടോ, സൈനിക തലവന്മാരെ വധിച്ചത് കൊണ്ടോ ഭരണമാറ്റം സാധിക്കില്ല. അതുകൊണ്ട് ഇസ്രയേലിന്റെ രീതിശാസ്ത്രങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു. ഇതിന്റെയൊക്കെ താങ്കൾ ഈ ഇതുവരെ നടത്തിയ വിശകലനങ്ങളുടെ ഒക്കെ രത്ന ചുരുക്കം എന്തിനു വേണ്ടിയാണോ ഈ പോരാട്ടം നടത്തിയത്? ഒന്ന്, ഇറാന്റെ ഈ ആണവ പരീക്ഷണം അല്ലെങ്കിൽ ഇറാന്റെ ആണവ മോഹം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഒരു ആണവ രാഷ്ട്രമായി ഇറാൻ മാറുന്നത് തടയുക. 2, അവിടുത്തെ ഒരു ഭരണമാറ്റം. ഈ 2 പ്രഖ്യാപനങ്ങളാണല്ലോ ഇസ്രായേൽ നടത്തിയത്. ഇത് രണ്ടും ലക്ഷ്യം കാണാൻ പോകുന്നില്ല എന്നാണല്ലോ ഇതിന്റെ രത്ന ചുരുക്കം. ഏതായാലും നമുക്കത് വിശദമായി പരിശോധിക്കാം. ഞാൻ പി ജെ വിൻസെന്റ്, ഇനി ചർച്ചയ്ക്ക് സമയം കുറച്ചേ ഉള്ളൂ. എനിക്ക് മറ്റതിഥികളിലേക്ക് കൂടി പോകണം. പക്ഷേ വളരെ പെട്ടെന്ന് എനിക്ക് താങ്കളുടെ ഒരു അഭിപ്രായം, ഒരു നിരീക്ഷണം വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന, അതായത് ലോകരാഷ്ട്രങ്ങളൊന്നും തന്നെ ഇതിൽ പക്ഷം പിടിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായി ഈ യുദ്ധത്തിലെ അല്ലെങ്കിൽ ഈ സംഘർഷത്തിന്റെ ഭാഗമാകാൻ പോകുന്നില്ല എന്ന് നമ്മൾ കാണുന്നു. പക്ഷെ അതേസമയം ഒരു അണ്വായുധ പ്രയോഗം എന്ന ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ലോകം അത് ഭയക്കണമോ? തീർച്ചയായിട്ടും ലോകം അത് ഭയക്കണം എന്ന് മാത്രമല്ല, അണ്വായുധ പ്രയോഗം സംബന്ധിച്ച് കൃത്യമായ ചില പ്രയോഗങ്ങളും പ്രസ്താവനകളും ഉണ്ടായിട്ടും ലോകം നോക്കി നിൽക്കുന്നു എന്നുള്ളത് അത്യന്തം അപകടകരമല്ലേ? കൃത്യമായി 3 ഇൻസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഉക്രൈൻ, നാറ്റോ, റഷ്യ യുദ്ധത്തിൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് പുടിൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലെ നോർത്ത് കൊറിയയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചതാണ്, ഏതെങ്കിലും തരത്തിൽ നോർത്ത് കൊറിയക്കെതിരെ നീക്കമുണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ അണവായുധം പ്രയോഗിക്കും. അപ്പോൾ ഈ യുണൈറ്റഡ് നേഷൻസ് ഉണ്ടായത് തന്നെ ഹിരോഷിമയിലും നാഗസാക്കിയിലെയും ഭീകരത കണ്ട് ലോകം തരിച്ചു നിന്ന ഘട്ടത്തിലാണ്. ഇനിയൊരു ആണവ യുദ്ധം മാനവരാശിയുടെ സമ്പൂർണ്ണ നാശത്തിലേക്ക് നയിക്കുന്നതുകൊണ്ടാണ്. ആ ആണവായുധമാണ് വളരെ സിമ്പിളായിട്ട് ഞങ്ങളെടുത്ത് പ്രയോഗിക്കുമെന്ന് പറയുമ്പോൾ ഞെട്ടാൻ പോലുമില്ല ആളില്ലാത്ത വിധം യുണൈറ്റഡ് നേഷൻസും അതിൻ്റെ സെക്യൂരിറ്റി കൗൺസിലും അല്ലെങ്കിൽ ലോകത്തിലുള്ള സമാധാന പ്രവർത്തകരും ഒക്കെ മാറിയിരിക്കുന്നു. ആ രൂപത്തിലുള്ള ഒരു ചേഞ്ച് ലോകത്തിലുണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ കാര്യത്തിലും നിർണായകമായ നാശനഷ്ടം ഇസ്രായേലിനുണ്ടായാൽ, ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഇസ്രായേലിനുണ്ടായാൽ ഇസ്രായേൽ അണവായുധം പ്രയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് എല്ലാ നിരീക്ഷകരും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആണവായുധത്തിൻ്റെ ഭീഷണിയുടെ മുൾമുനയിൽ ലോകം നിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്രായേലിലുള്ള ഈ റെജീം ചേഞ്ച് എന്നത് മാത്രമല്ല, ഈ ആണവായുധത്തിൻ്റെ ത്രെട്ട് ഇറാനിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ മറ്റ് പല രാജ്യങ്ങളും, ഉത്തരവാദിത്തപ്പെട്ട രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ലോകം കളക്റ്റീവ് സെക്യൂരിറ്റിയിൽ നിന്ന് ബാലൻസ് ഓഫ് പവറിലേക്ക് ഉള്ള നീക്കത്തിലാണ്. ആ ബാലൻസ് ഓഫ് പവറിൽ ഓരോ രാജ്യങ്ങളും
സ്വയം ശാക്തീകരിക്കുന്നതിലൂടെ പവർ ബാലൻസ് സാധിച്ചെടുക്കുക എന്ന നിലയിലേക്ക് ഒരു വലിയ ആയുധ മത്സരത്തിൻ്റെ സൂചന നൽകും വിധം ലോക രാഷ്ട്രീയത്തിൽ പ്രകടമായ മാറ്റമുണ്ടായിരിക്കുന്നു. അവിടെ ഇറാൻ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ശക്തി കുറഞ്ഞ ഒരു രാജ്യമാണ്. പക്ഷേ അവിടുത്തെ ഭരണമാറ്റം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ 6,30,000 റെഗുലർ ആർമി അവർക്കുണ്ട്. അതുപോലെ 3.5 ലക്ഷത്തോളം ട്രെയിൻഡ് ആയിട്ടുള്ള റിസർവ് ഉണ്ട്. ഇതെല്ലാം ചേർത്ത് ഒരു 10 ലക്ഷത്തോളം വരുന്ന സൈന്യത്തിൻ്റെ നിയന്ത്രണം അവിടെയുണ്ട്. ആയത്തുള്ള അലി ഖൊമേനിയുമായി നേരിട്ട് ബന്ധം പുലർത്തുന്ന സൈനിക നേതൃത്വത്തിൻ്റെ ഒരു നിരയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സൈന്യത്തെ മ്യൂട്ട് ചെയ്യുക എന്നതായിരുന്നു തന്ത്രം. പക്ഷേ മൾട്ടി ലെയറിൽ പ്രവർത്തിക്കുന്ന സവിശേഷമായ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരെ കൊലപ്പെടുത്തിയുകൊണ്ടോ ആയത്തുള്ള അലി ഖൊമൈനിനെ കൊലപ്പെടുത്തിയത് കൊണ്ടോ ആ രാജ്യത്തൊരു ഭരണമാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല. അതോടൊപ്പം ഈ ചർച്ചകളിലൂടെ പല രാജ്യങ്ങളും ഉത്തരവാദിത്തരഹിതമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ ആണവായുധം നേടുന്നത് തടയാൻ കഴിയുന്നില്ല എന്നതും ഒരു വാസ്തവമാണ്. ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിൽ തന്നെ അത് വളരെ പ്രസക്തമാണല്ലോ. 2015 P5+1 കരാറ് ഉണ്ടാക്കിയല്ലോ. യുണൈറ്റഡ് നേഷൻസിൻ്റെ സ്ഥിരാംഗങ്ങളായ 5 രാജ്യങ്ങളും ജർമ്മനിയും ചേർന്നുണ്ടാക്കിയിട്ടുള്ള കരാറാണ്. അതിനുവേണ്ടി ജോയിൻറ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷനും തയ്യാറാക്കി JPC. പക്ഷേ 2018 അമേരിക്ക അതിൻ്റെ അകത്ത് നിന്ന് പിൻവാങ്ങിയെങ്കിലും ഈ കാലഘട്ടത്തിൽ പോലും 2015 മുതൽ 2018 വരെയുള്ള 3 വർഷത്തിൽ പോലും നിർണായകമായ ആണവ സമ്പുഷ്ടീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇറാൻ നടത്തിയിരുന്നു എന്നാണല്ലോ ഇപ്പോൾ കിട്ടുന്ന വിവരം. അപ്പോൾ ലോകം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. ഈ ആണവ സാങ്കേതിക വിദ്യ വലിയ രൂപത്തിൽ പ്രോലിഫറേറ്റ് ചെയ്തിട്ടുണ്ട്. ഉത്തരവാദിത്തരഹിതമായിട്ട് പ്രവർത്തിക്കുന്ന നേതാക്കളുടെ കൈകളിലേക്ക് ആണവ സാങ്കേതിക വിദ്യയും ആണവായുധങ്ങളും വരാൻ പോലുമുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അല്ല, താങ്കൾ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ എടുക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾ ഒരു കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന ആശയത്തെ കൈവെടിഞ്ഞിരിക്കുന്നു. അണ്വായുധ പ്രയോഗം എന്നത് ഒരു യുദ്ധമുഖത്തൊരു ഭീഷണിയായി നിലനിൽക്കുന്നു. അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നതിൽ മടിയില്ലാതായിരിക്കുന്നു. അതെല്ലാം നോക്കി നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങൾ എന്നത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ സംഘർഷവും ആ ഒരു ആശങ്ക നമ്മുടെ മുന്നിൽ വെക്കുന്നു. ശ്രീ SDNI, വളരെ പെട്ടെന്ന് താങ്കളുടെ ഒരു മറുപടി, അതായത് ഇറാനെ വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവരിക, ഇറാനെ വീണ്ടും ആണവ കരാറിൽ ഒപ്പുവെക്കുന്ന ഘട്ടത്തിലേക്ക് കൊണ്ടുവരിക, ഇതിനുള്ളൊരു സമ്മർദ്ദമായി ഈ സംഘർഷത്തെ മാറ്റുക, ഇതാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് തന്റെ പദ്ധതിയായി പറയുന്നത്. ഇത് യാഥാർത്ഥ്യമാകുമോ? വളരെ പാടാണ് ശ്രീ ഗോപി. അത് നടക്കുമെന്നുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം ഓൾറെഡി ഇറാൻ്റെ ഉള്ളിൽ NPT നിന്ന് പിന്മാറണം എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ഇപ്പം ചർച്ചകൾ നടക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു പൊതുവികാരം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രമാത്രം ആക്രമണമൊക്കെ ചെയ്തിട്ട് ഇറാൻ വീണ്ടും US-ൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ആണവ കരാർ ഒപ്പിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അതിശയമായിരിക്കും. കാരണം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നീങ്ങാൻ അവരുടെ ജനത തന്നെ സമ്മതിക്കുമെന്ന് എനിക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അങ്ങനെ നടക്കാൻ സാധ്യത തീരെ കുറവാണ്. പക്ഷേ ഇതൊരു കോൺഫ്ലിക്റ്റ് ആണ്. നാളെ വേറെ രീതിയിലേക്കുള്ള അവർക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ എനർജി ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം ചർച്ചയിലൂടെ അല്ലെങ്കിൽ സാങ്ഷൻസ് ഒക്കെ മാറ്റാം ഒക്കെ എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അങ്ങനെ നടക്കാൻ സാധ്യത കുറവാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. ശ്രീ SDNI, ഒരു കാര്യം കൂടി, ഒരു ഇന്റർനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന നിലയിൽ, അല്ലെങ്കിൽ അത്തരമൊരു റെഗുലേറ്ററി ബോഡി എന്ന നിലയിൽ ഐക്യരാഷ്ട്രസഭയുടെ ഒരു തകർച്ചയാണോ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്? തീർച്ചയായിട്ടും ശ്രീ ഗോപി, എനിക്ക് നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തകർന്നു നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് യുണൈറ്റഡ് നേഷൻസ് ആണ്. കാരണം ഒരു സ്ഥലത്തും അവരുടെ എന്തിനു വേണ്ടിയാണ് അവർ 1945 അവരുടെ ഈ ഒരു ഫോം ചെയ്തത്, അതിന് ഒരു പരിഹാരമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് കാണുന്നത്. ഒരു കോൺഫ്ലിക്റ്റ് അതിനെ തടയാനോ അല്ലെങ്കിൽ അതിനെ ഒരു പീസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇന്ന് യുണൈറ്റഡ് നേഷൻസ്. ഒരു പ്രസക്തിയില്ലാത്ത രീതിയിലാണ്. അതുകൊണ്ടാണ് ഭാരതം പറയുന്ന ഇപ്പോഴത്തെ ഈ ഒരു സ്ട്രക്ചർ തന്നെ മാറ്റി പുതിയ രീതിയിലേക്ക് കൊണ്ടുവന്ന് ഈ P5 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴയ കാലത്തെ ഉള്ള കുറച്ച് രാജ്യങ്ങൾ മാത്രം മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുക, ആ രീതിയിലൊക്കെ മാറ്റി പുതിയ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ന്യൂക്ലിയർ വെപ്പണിനെ കുറിച്ചൊക്കെ വളരെ ലാഘവത്തോടെയാണ് ആളുകൾ സംസാരിക്കുന്നത്. അതായത് പണ്ടൊക്കെ ഒരു ന്യൂക്ലിയർ വേർഡ് എന്ന് പറയുന്നത് വലിയ എന്തോ സംഭവം പോലെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ ഫസ്റ്റ് ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ്. അപ്പം ഏതെങ്കിലും ഒരു രാഷ്ട്ര തലവൻ
ഈ കുറച്ച് തലതിരിഞ്ഞ രാഷ്ട്രത്തലവനാണെങ്കിൽ അത് അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഒരു വില കൊടുക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ. കാരണം ഇന്നത്തെ അവസ്ഥയിൽ യുണൈറ്റഡ് നേഷൻസിന് ഒരു പ്രസക്തിയില്ല, ഒരു ശക്തിയുമില്ല, ഒരു കാര്യത്തിലും അവർക്ക് എന്തെങ്കിലും ഒരു യുദ്ധത്തിൽ തടയാൻ പറ്റുമെന്ന് രീതിയിലല്ല അവരുടെ പ്രവർത്തനം. ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ഹോർമൂസ് കടലിടുക്കൽ അവിടെ അത് പൂട്ടുന്ന കാര്യത്തിൽ, അത് അടയ്ക്കുന്ന കാര്യത്തിലൊരു തീരുമാനം വരാനിരിക്കുന്നതുള്ളൂ. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് 1-2 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിൽ വന്ന് തിരികെ പോയി അതുവഴിയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാത എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ മേഖലയിലേക്ക് കടക്കാൻ അനുമതി ഉണ്ടായില്ല എന്നാണ് മൊസാദിനെ ഉദ്ധരിച്ചുള്ള ഒരു വിവരം വന്നിരിക്കുന്നത്. ഇറാൻ നടപടി കടുപ്പിക്കുന്നു, 2 കപ്പലുകൾ തിരികെ പോയി, ക്രൂഡുമായി പുറപ്പെട്ട ചരക്ക് കപ്പലുകളാണ് തിരികെ പോയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നൊരു വിവരം. അപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക, അതുപോലെ തന്നെ ഇസ്രായേലിനെതിരായിട്ടുള്ള പോരാട്ടം കനപ്പിക്കുക, ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ നിൽക്കുക, ലോകരാഷ്ട്രങ്ങൾ അനങ്ങാതെ മാറി നിൽക്കുക, ഐക്യരാഷ്ട്രസഭ നിർവീര്യമായി നിർവികാരതയോടുകൂടി നോക്കി നിൽക്കുക, ഇതാണ് നമ്മുടെ മുന്നിലുള്ള സിനാരിയോ എങ്കിൽ ഇന്ത്യ പോലൊരു രാഷ്ട്രത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? 2 രാജ്യങ്ങളോടും ഇപ്പോൾ പരസ്പരം പോരടിച്ച് നിൽക്കുന്ന ഇറാനോടും ഇസ്രായേലിനോടും ഏതാണ്ട് തുല്യമായ ആക്കലമാണ് അല്ലെങ്കിൽ തുല്യമായ അടുപ്പമാണ് കാത്തുസൂക്ഷിക്കുന്നത്. അത് നമ്മുടെ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ ഒരു ഭാഗം തന്നെയാണ്. കാരണം നമ്മുടെ ഓപ്ഷൻസ് വളരെ ക്ലിയർ ആണ്. ഇറാനുമായുള്ള ചരിത്രപരമായ സാംസ്കാരികമായ ബന്ധം കാത്തുസൂക്ഷിക്കുക, പുതിയതായി ഉണ്ടായി വന്ന ഇസ്രായേലിനോടുള്ള ബന്ധത്തിന് അധിക കാലത്തിന്റെ ഒരു ആയുസൊന്നുമില്ല, പക്ഷേ വളരെ തന്ത്രപരമായ ഒരു ബന്ധമാണ്. ഇന്ത്യക്ക് എതിരെ വരുന്ന ഭീകരതയെ നിയന്ത്രിക്കുന്നതിന്, മുൻകൂട്ടി കണ്ടെത്തുന്നതിന്, ഡിറ്റക്ട് ചെയ്യുന്നതിന് ഇസ്രായേലിന്റെ പിന്തുണയും ഇന്റലിജൻസ് സംവിധാനവും ആവശ്യമാണ്. അതുകൊണ്ട് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ സ്വീകരിച്ചതുപോലെ നമ്മളൊരു തന്ത്രപരമായ നയമാണ് ഭാരതം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് കാണാം. ഇവിടെ ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യം പറഞ്ഞു. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വളരെ വലിയ വെല്ലുവിളി തന്നെയാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വിചാരിച്ചാൽ വലിയ രീതിയിൽ അതിലെയുള്ള കപ്പൽ ഗതാഗതത്തെ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനും വേണമെങ്കിൽ പൂർണ്ണമായി അടച്ചിടാനും ഒക്കെ കഴിയും. കാരണം ഇറാന്റെ നേവി സംവിധാനം പേർഷ്യൻ ഗൾഫ് മേഖലയിൽ വളരെ വളരെ ആക്റ്റീവാണ്. അത് വലിയ ഒരു നാവിക യുദ്ധത്തിലേക്ക് കൂടി കലാശിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഹോർമൂസ് കടലിടുക്ക് ഏറ്റവും അധികം ലോകത്തെ എണ്ണയുടെ ഏതാണ്ട് 20-30% കടന്നു പോകേണ്ട പോയിന്റാണ്. ഇറാന്റെ ഉത്പാദനത്തിന്റെ മാത്രമല്ല, സൗദി അറേബ്യയുടെയും UAEയുടെയും ഖത്തറിന്റെയും ഒക്കെ കുവൈറ്റിന്റെയും ഒക്കെ എണ്ണ ഉത്പാദനത്തിന്റെ സിംഹഭാഗവും കടന്നു പോകേണ്ട ആ ഒരു ഇടനാഴി കേവലം 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള, ചില പോയിന്റുകളിൽ 195 മീറ്ററോളം വീതിയുള്ള ഒരു കുപ്പിക്കഴുത്താണ്. ആ ഭാഗം ഏറ്റവും ദുർബലമായ ഇടമാണ്. അവിടെ ഒരു സംഘർഷം ഉണ്ടായാൽ ലോക വിപണികളിൽ എണ്ണയ്ക്ക് തീപിടിക്കും, യാതൊരു സംശയവുമില്ല. ഇൻഫ്ലേഷൻ കൈവിട്ടു പോകും. ഇതൊക്കെ ഇന്ത്യക്കും വലിയ കുഴപ്പമാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സാഹചര്യം ചൈനയ്ക്ക് അഭിലഷണീയമല്ല. അത് മാത്രമല്ല, ഇറാൻ വിദേശത്തേക്ക് എണ്ണ കയറ്റി അയക്കുന്നതിന് സിംഹഭാഗവും ഹോർമൂസ് കടലിടുക്ക് കടന്നാണ്. അതുകൊണ്ടാണ് ഹോർമൂസ് അടയ്ക്കുക എന്നൊക്കെ പറയുന്നത് 2 തലയുള്ള വാളാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഉണ്ടാകാൻ പോകുന്ന സമ്മർദ്ദ തന്ത്രത്തെക്കാൾ വളരെ വലിയ ദോഷമായിരിക്കാം ഇറാന് നേരിട്ട് അനുഭവിക്കേണ്ട വരുന്നത്. അവരുടെ സമ്പദ് വ്യവസ്ഥയും അധികം കാലം പിടിച്ചു നിൽക്കാനാവില്ല. ഏതാനും ദിവസത്തേക്ക് തന്ത്രപരമായ ഒരു സമീപനം എന്ന നിലയിൽ ഈ ഒരു വാൾ ഇങ്ങനെ ഡെമോക്രസിന്റെ സ്വാഡ് പോലെ ഏതാനും ദിവസത്തേക്ക് ലോകത്തിന്റെ മുമ്പിൽ തൂങ്ങി നിൽക്കാനുള്ള പക്ഷേ എനിക്ക് തോന്നുന്നു ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ ഈ ചർച്ച സമപ്പ് ചെയ്യുമ്പോൾ നേരത്തെ ശ്രീ PJ വിൻസെന്റ് പറഞ്ഞതുപോലെ അണ്വായുധ പ്രയോഗം എന്ന ആശങ്കയിലും ഭീഷണിയിലുമാണ് ലോകം നിലകൊള്ളുന്നത്. കാരണം ഇസ്രായേൽ ഇറാൻ പോരാട്ടം കനക്കുകയും അത് അനന്തമായി നീളുകയും ചെയ്താൽ അത് ഏതറ്റം വരെയും അത് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെ തടയിടാനും സമാധാനത്തിന്റെ വഴികൾ കണ്ടെത്താനുമുള്ള ഐക്യരാഷ്ട്രസഭയുടെ ശ്രമങ്ങളും നീക്കങ്ങളും ഉണ്ടാകണം എന്ന ആഗ്രഹം ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു.